നിങ്ങളുടെ കൈവശമുള്ള സ്ക്രാപ്പ് പണമാക്കി മാറ്റാൻ സ്ക്രാപ്പ് സെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്റ്റെറോയിഡ് യൂസ് ചെയ്തുള്ള ഫേക്ക് ബോഡിയും അതുപോലെ പ്യുവറായിട്ടുള്ള വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുള്ള നാച്ചുറൽ ബോഡിയും നമുക്ക് കാഴ്ചയിൽ എങ്ങനെ വ്യക്തമായിട്ട് തിരിച്ചറിയാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഉദാഹരണം പറഞ്ഞാൽ സ്വർണവും മുക്കുപണ്ടവും. ഇപ്പം മുക്കുപണ്ടോ എന്ന് പറഞ്ഞാൽ സ്വർണം കണക്കിരിക്കും, പക്ഷെ നമ്മൾ ഉരച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് മുക്കുപണ്ടമാണോ സ്വർണ്ണമാണോ എന്ന്. പക്ഷെ കാണാൻ സ്വർണം പോലെ ഇരിക്കും. ഇപ്പോൾ പല വാർത്തകളിലൊക്കെ കണ്ടിട്ടില്ലേ, കല്യാണത്തിന് മുക്കുപണ്ടം കൊടുത്ത് സ്വർണ്ണമെന്ന് പറഞ്ഞ് മുക്കുപണ്ടം കൊടുത്ത് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുക്കുപണ്ടം എന്ന് പറയുന്നത് സ്വർണം പോലെ കാഴ്ചയിരിക്കും, ഉരച്ച് നോക്കുമ്പോഴാണ് അകത്ത് എല്ലാം ഫേക്കാണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതേ മാതൃകയിൽ ഇപ്പോൾ സ്വർണത്തിനെ ഉരച്ച് നോക്കിയാൽ സ്വർണം തന്നെയാണ് അകത്തുള്ളത്, അകത്ത് പൊള്ളയായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇതേ സ്വർണവും മുക്കുപണ്ടവും പോലെയാണ് ഈ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ബോഡിയും അല്ലാതെ സ്റ്റെറോയിഡും അല്ലാതെ സപ്ലിമെൻറ്റ്സ്. ഇപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ഓവർഡോസിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ സ്റ്റോറായിട്ട് ആ ഒരു അഡീഷണൽ ഒരു സൈസ് പോലെ തോന്നിക്കും. അതുപോലും ഫേക്കായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുള്ള, വേണമെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് ഇപ്പോൾ വേ പ്രോട്ടീനോ, ഇപ്പോൾ വേ പ്രോട്ടീനിൽ വേണമെങ്കിൽ അൺനാച്ചുറലായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റും, അത് ഞാൻ പറയുന്നില്ല. എന്നാലും ഫുഡ് സപ്ലിമെൻറ്റ് ഇപ്പോൾ പാലൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഡോക്ടർമാർ തന്നെ എഴുതി തരുമല്ലോ, അയണോ കാൽസ്യമോ വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ വിറ്റാമിൻ Dയോ. അപ്പോൾ അതൊക്കെ ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. ക്രിയാറ്റിൻ എന്തുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയെന്ന് പറയുന്നത്, ക്രിയാറ്റിൻ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിയാറ്റിൻ കഴിച്ചിട്ടില്ല, എനിക്ക് നാച്ചുറലായിട്ട് എൻഡുറൻസ് ഇല്ലേ, സ്ട്രെങ്ത് ഇല്ലേ. എൻ്റെ ശരീരം ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ടുള്ള കാലത്ത് ഈ ക്രിയാറ്റിൻ ഏറ്റവും കൂടുതലുള്ളത് റെഡ് മീറ്റിലും സീ ഫുഡിലൊക്കെയാണ്. ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പരിണമിച്ച സമയത്ത് ഈ റെഡ് മീറ്റും ഫിഷും ഒന്നും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ക്രിയാറ്റിൻ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ക്രിയാറ്റിൻ ഫുഡിൽ നിന്ന് കിട്ടാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ പരിണാമപരമായിട്ട് ക്രിയാറ്റിൻ ഫുഡിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ക്രിയാറ്റിൻ 1 മുതൽ 2 ഗ്രാം കിഡ്നി, ലിവർ, പാൻക്രിയാസ് ഇവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിയാറ്റിൻ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതിന് വേണ്ടിയുള്ള അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരം പരിണമിച്ചത്. അപ്പോൾ ക്രിയാറ്റിൻ അധികമായിട്ട് ആവശ്യമില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ ഞാൻ, അല്ലെങ്കിൽ ബ്രോൺസ് എറ ലെജൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാച്ചുറലായിട്ടുള്ള ഒരാൾ, വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ഒരാൾ, പിന്നുള്ള ക്രിയാറ്റിൻ അടിക്കുന്ന ഒരാൾ, അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ ഈ നാച്ചുറലായിട്ടുള്ള ഒരാൾ നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ശരീരം കാര്യക്ഷമമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം മൊത്തം അതിനു വേണ്ടി ഉപയോഗിക്കണം. അതായത് ഈ നാച്ചുറലായിട്ട് ഹെൽത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള സൂചനയാണ് ഒരാൾ വെള്ളവും ഭക്ഷണവും കഴിച്ച് മാത്രം ബോഡി ഉണ്ടാക്കിയോ അയാൾ ഹെൽത്തി എന്നുള്ള സത്യസന്ധമായിട്ടുള്ള സൂചനയാണ്. അതായത് ഒരു സ്വർണ്ണം ഉരച്ച് നോക്കിയാൽ അകത്ത് സ്വർണ്ണമാണെങ്കിൽ അത് സ്വർണ്ണം എന്നുള്ള സത്യസന്ധമായിട്ടുള്ള സൂചനയ്ക്ക് ഈക്വലാണ്. മനസ്സിലായില്ലേ? മുക്കുപണ്ടം കാണുമ്പോൾ സ്വർണ്ണം കണക്കിരിക്കും, ഉരച്ച് നോക്കിയാൽ അകത്ത് ഒന്നും കാണത്തില്ല, പുറത്ത് മാത്രമേ ഈ സ്വർണം വെറുതെ പൂശിയിരിക്കും. അപ്പോൾ അതുപോലെയാണ് ഈ സ്റ്റെറോയിഡ് അടിക്കുന്നവനെ കാണുമ്പോൾ ഭയങ്കര ബിഗറായിട്ട് ഇങ്ങനെ ഇരിക്കും, പക്ഷെ അവൻ്റെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ റിയലായിട്ട് ഹെൽത്തി അല്ല. അപ്പോൾ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു സൂചനയല്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം, വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് ബോഡി ഉണ്ടാക്കുന്ന അയാൾ ആരോഗ്യവാനാണ്, ഹെൽത്തിയാണ്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് നല്ല ഹോർമോൺ പ്രവർത്തനമുണ്ട്. നാച്ചുറലായിട്ട് നല്ല ഹോർമോൺ പ്രവർത്തനം, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്ററോണൊക്കെ നാച്ചുറലായിട്ട് വേണം, നല്ല മെറ്റബോളിസം വേണം. അപ്പോൾ ഇതൊക്കെ ഉള്ള ആളിന് മാത്രമേ നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ, അയാളുടെ ഹോർമോൺ ലെവലുകളൊക്കെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ഹോർമോൺസും എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബോഡി. അതേസമയം ഈ ഫേക്കായിട്ടുള്ള ബോഡി, ഈ സ്റ്റെറോയിഡ് സപ്ലിമെൻ്റ് ഒക്കെ യൂസ് ചെയ്തുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സറൗണ്ടിങ് ആയിട്ട് ഫുഡ് സപ്ലിമെൻറ്റിനെ കാണരുത്. ഫുഡ് സപ്ലിമെൻ്റ് അല്ലാത്ത ഈ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഈ ക്രിയാറ്റിൻ പോലുള്ള സപ്ലിമെൻറ്റ്സിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഡൈനാബോൾ പോലുള്ള സ്റ്റെറോയിഡ്സ്, ഓറൽ സ്റ്റെറോയിഡ്സിനെ സപ്ലിമെൻറ്റ് കാറ്റഗറിയിൽ ഇപ്പോൾ പലരും പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉടനെ വേ പ്രോട്ടീൻ മീൻഗുളിയായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഈ സ്റ്റെറോയിഡും ഈ സപ്ലിമെൻറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ അയാൾക്ക് ഹെൽത്തി ആയിട്ട് ഹോർമോൺ ഉണ്ടെന്ന് ഉള്ള തെളിവുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ നാച്ചുറലായിട്ട് ചെയ്തവന് ഹെൽത്തി ഹോർമോൺസ് ശരീരത്തിൽ ഉള്ളതിൻ്റെ സൈനാണ് നാച്ചുറൽ മസിൽ. മറ്റവൻ ഫേക്കാണ്. അപ്പോൾ അവന് ഹെൽത്തി ഹോർമോൺ ഉണ്ടെന്നുള്ളതിൽ തെളിവൊന്നുമില്ല. തെളിവുണ്ടെങ്കിൽ അവൻ കാണിക്കണം, വെള്ളവും ഭക്ഷണവും കഴിച്ച് കാണിക്കണം, അതാണ് തെളിവ്.
അപ്പോൾ ഒന്ന് അവന് ഹോർമോണിൻ്റെ തലം ഹെൽത്തി ആയിട്ട് ഹോർമോൺ തലം നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഇതൊക്കെ അവനുണ്ടെന്നുള്ളതിൽ ഒരു തെളിവുമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് ഈ നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് പ്രത്യേകതയല്ല, നമ്മൾ അങ്ങനെയാണ് പരിണമിച്ചത്. അപ്പോൾ ഈ ശരീരം മികച്ച രീതിയിൽ രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ ശരീരം ഊർജം ചെലവഴിക്കുന്നത്, നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഊർജം അത് എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി കുറവെന്ന് വിചാരിച്ചോ, ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാൾക്ക് ഇമ്മ്യൂണിറ്റിക്ക് കൂടുതലായിട്ട് ഈ രോഗപ്രതിരോധം ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് പറ്റും, ഈ രോഗങ്ങൾ അടിച്ചമർത്താനും ഇമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഊർജ്ജം യൂസ് ചെയ്യണം. അപ്പോൾ സ്വന്തം ശരീരം മസിൽ ബിൽഡ് ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ശരീരം മസ്കുലറായിട്ട് ശക്തമാവുന്നതിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ അവരുടെ ശരീരം ഊർജ്ജം മൊത്തം കൂടുതൽ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഇമ്മ്യൂണിറ്റിക്കാണ്. അതേസമയം കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ഒരാൾ, അപ്പോൾ അയാളുടെ ശരീരത്തിൽ മികച്ച രീതിയിൽ രോഗപ്രതിരോധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇപ്പോൾ രോഗാണുക്കളുടെ അറ്റാക്ക് നടക്കുന്നില്ല. ഇപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ HIV എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് ആയി മാറുന്ന സമയത്ത് HIV എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അടിച്ചമർത്തുന്നത്. അതാണ് ഈ HIV. അതായത് യഥാർത്ഥത്തിൽ HIV രോഗമുള്ള ആർക്കും അവർക്ക് അത് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. കാരണം എന്താണ്? 10 വർഷമെങ്കിലും എടുക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഈ വൈറസ് നശിപ്പിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തം ഡെഡ് ആവും. ആ സമയത്ത് ക്യാൻസറോ വലിയ ഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വളരെ വേദനിപ്പിക്കുന്ന വലിയ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് ക്രൂരമായിട്ടായിരിക്കും മരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും തോറും ഇപ്പോൾ എയ്ഡ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലൊക്കെ എയ്ഡ്സ് വന്ന് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ എങ്ങനെയാണ്? ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ പയ്യെ തന്നെ ഓരോ രോഗങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അല്ല, ഇമ്മ്യൂണിറ്റി കുറയുന്നതനുസരിച്ച് രോഗങ്ങൾ വരും. അപ്പോൾ അതുപോലെ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ അയാളുടെ ഇമ്മ്യൂണിറ്റി മാക്സിമം എപ്പോഴും അയാൾക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അയാൾ മാക്സിമം അവരുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴും രോഗങ്ങളെ പ്രതിരോധിക്കാൻ, രോഗങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഊർജ്ജം മൊത്തം മസിൽ ബിൽഡ് ചെയ്യുന്നതിന് പകരം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതേസമയം അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ഒരാൾ, അപ്പോൾ അയാൾക്ക് എപ്പോഴും ഇൻഫെക്ഷൻസും രോഗങ്ങളും വരത്തില്ല. അപ്പോൾ അയാളുടെ ശരീരം ഊർജ്ജം മൊത്തം വളരാൻ വേണ്ടി, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് ആ വ്യത്യാസം. ഇങ്ങനെയാണ് മെക്കാനിസം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ നാച്ചുറലായിട്ട് വെള്ളവും ഭക്ഷണവും കഴിച്ച് ബോഡി ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് അയാൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നില്ല. അയാളുടെ ശരീരം മൊത്തം ഊർജ്ജവും ഈ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അതാണ് സൈൻ. ഇപ്പോൾ ഒരാൾ ഈ ഫേക്കായിട്ട് ഉണ്ടാക്കി, അപ്പോൾ അയാൾക്ക് മികച്ച രോഗപ്രതിരോധ ശേഷി ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ശരീര ഊർജ്ജം മൊത്തം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലാതെ ഈ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ തെളിവ് എന്താണ്? എങ്ങനെ ഒരാൾ തിരിച്ചറിയും അയാൾ യഥാർത്ഥ ഒരു ഹെൽത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരാളാണെന്ന് അറിയാൻ പറ്റും? അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ രണ്ടുപേരും തമ്മിലുള്ള ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അല്ലാത്ത ഓരോ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പോൾ സ്വർണവും മുക്കുവണ്ടോ എടുത്ത കാഴ്ചയിൽ അറിയാമല്ലോ, ഇമ്പോസിബിളാണ് തിരിച്ചറിയാൻ, വരച്ച് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് കാഴ്ചയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ സ്റ്റെറോയിഡും സപ്ലിമെൻറ്റും യൂസ് ചെയ്തുള്ള ഫേക്ക് ബോഡിയും വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുള്ള നാച്ചുറൽ റിയൽ ബോഡിയും തമ്മിലുള്ള കാഴ്ചയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ സ്റ്റെറോയിഡും ഈ സപ്ലിമെൻ്റൊക്കെ വന്നതിന് ശേഷമാണ് പുതിയൊരു പേര് വരാൻ തുടങ്ങിയത്. അതായത് ബ്രോൺസ് എറ കാലഘട്ടത്തിലോ സിൽവർ എറ കാലഘട്ടത്തിലോ ഈ 3D ഷോൾഡർ, 3D ട്രൈസെപ്സ്, 3D ചെസ്റ്റ്, 3D പെക്സ്, 3D ലാറ്റ്സ്, 3D ആപ്സ്, അല്ല എല്ലാം ഈ 3D വെച്ച് പറയും. അപ്പോൾ ബ്രോൺസ് എറ ലെജൻസിൻ്റെയോ അല്ലെങ്കിൽ സിൽവർ എറ ലെജൻസിൻ്റെയോ ഇപ്പോൾ സ്റ്റീവ് റീവ്സിൻ്റെ ബോഡിയോ യൂജിൻ സാൻഡയുടെ ബോഡിയോ നോക്കിയാൽ അവിടെ ഒന്നും 3D ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ 3D എന്നുള്ള സാധനം നാച്ചുറൽ ആയിട്ടില്ല എന്നറിയാം. അപ്പോൾ ഒരാളുടെ ശരീരം കാണുമ്പോൾ 3D എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ മസിൽസ് അൺനാച്ചുറലായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ നോക്കുമ്പോൾ നാച്ചുറലായിട്ട് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരാൾക്ക് 3D പോലെ മസിൽസൊക്കെ ഈ 3D കാണും പോലെ വളരെ അൺനാച്ചുറലായിട്ട് പ്രത്യേകമായിട്ടുള്ള ഷേപ്പിൽ ഭയങ്കര ഒരു തരം ഒരു ഷേപ്പിൽ ഇരിക്കുമ്പോൾ ഒരു 3D പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഫേക്കാണ്, ഒരിക്കലും നാച്ചുറലായിട്ട് സാധ്യമല്ല. സ്റ്റീവ് റീവ്സിൻ്റെ ബോഡിയും യൂജിൻ സാൻഡയുടെ ബോഡിയും നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബ്രോൺസ് എറ ലെജൻസിൻ്റെ ബോഡി നോക്കിയാൽ മതി.
അപ്പോൾ അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ശരീരം എപ്പോഴും പമ്പായിട്ടിരിക്കും. പൊതുവെ ഭയങ്കര പമ്പിങ് എന്നല്ല, പക്ഷേ നാച്ചുറലായിട്ടുള്ള ഒരാളെക്കാളും നമ്മൾ ഇവർ നോക്കുമ്പോൾ കുറച്ച് ഇപ്പോൾ എൻ്റെ ശരീരം എന്ത് പമ്പാണ്, ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കും. പക്ഷെ ഞാൻ പമ്പായാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഇത്രയും ബോഡിയാണ്. അതായത് ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ കണ്ട ഒരു സാധാരണ കൈ, വെയിൻസൊക്കെ സാധാരണ വലുതായിട്ടൊന്നും പമ്പ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ, ഒരു സാധാരണക്കാരൻ്റെ കൈ പോലെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ പമ്പായിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ബ്ലഡ് പമ്പിങ് വന്ന് മസിലൊക്കെ വലുതാവുന്നത്. ഇപ്പം ഞാൻ നാച്ചുറലായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊക്കെ അടിക്കുന്ന ആൾ, സപ്ലിമെൻറ്റ് ഞാൻ പറഞ്ഞല്ലേ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വെറുതെ ഇരിക്കുമ്പോഴും ഒരു അഡീഷണൽ പമ്പിങ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എസ്പെഷ്യലി ഈ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ആ പമ്പിങ് നമുക്ക് അറിയാൻ പറ്റും. അവർ വെറുതെ ഇരിക്കുമ്പോഴും ഒന്ന് എപ്പോഴും പമ്പായിരിക്കും, മനസ്സിലായില്ലേ? അത് അറിയണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും നോക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഒരു പമ്പ് കാണോ, എപ്പോഴും അയാൾ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും പമ്പായിരിക്കണോ, അവൻ ഫേക്കാണ്. നാച്ചുറലായിട്ട് അങ്ങനെ കിട്ടത്തില്ല. നിങ്ങൾക്ക് യൂജിൻ സാൻഡേഡോ സ്റ്റീവ് റീവ്സിൻ്റെ ഒക്കെ ബോഡി നോക്കാം. ഇതാണ് ഒന്നാമത്തെ സൈൻ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് 3D മസിൽസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ, അത് ഫേക്കാണ്. രണ്ട്, ഈ വെറുതെ ഇരിക്കുമ്പോഴും ചെറിയൊരു പമ്പ്, എപ്പോഴും ഒരു തരം പമ്പായ അവസ്ഥ, ഇപ്പം എൻ്റെയൊക്കെ റിലാക്സ് ആയിരിക്കണം, അതുപോലെയല്ല എപ്പോഴും ഒരു പമ്പായിട്ട് ഇരിക്കുന്നത്. ഇത് രണ്ടും ആണ് ഈ നാച്ചുറലും ഫേക്കും, അതായത് സ്വർണവും മുക്കുപണ്ടവും തിരിച്ചറിയാനുള്ള ഒരു ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാപ്സ് ഉണ്ടല്ലോ, ട്രാപ്സും ഡെൽറ്റോയിഡും ഓവറായിട്ട് വലിപ്പം കാണും. ഇപ്പം നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ ട്രാപ്സും ഡെൽറ്റോയിഡും സാധാരണ അയാളുടെ എല്ലാ മസിൽ ഗ്രൂപ്പ് പോലെ ഒരു ആനുപാതികമായിട്ട് മാത്രമേ കാണുള്ളൂ. ഈ ഫേക്കായിട്ട് സ്റ്റെറോയിഡും സപ്ലിമെൻറ്റും യൂസ് ചെയ്യുന്നവൻ്റെ ബോഡി നോക്കുമ്പോൾ അവൻ്റെ എല്ലാ മസിലിനേക്കാളും ഈ ഡെൽറ്റോയിഡും ട്രപ്പീസിയസും കുറച്ച് വലുതായിരിക്കും. അതായത് ബാക്കിയുള്ള മസിൽസിനേക്കാളും ഈ ട്രാപ്സൊക്കെ ഭയങ്കരമായിട്ട് വലുതായി, ഡെൽറ്റോയിഡൊക്കെ ഭയങ്കര ഓവർ വലുതായിട്ടിരിക്കും. കാരണം ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഈ മസിൽസിനൊക്കെ കുറച്ച് കൂടുതലാണ്. അതായത് ഈ അപ്പർ ബോഡി ആയിരിക്കുമല്ലോ, അപ്പർ ബോഡി ആണല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലോവർ ബോഡി ലോങ് വാക്കിന്, ദീർഘദൂരം നടന്ന് ഭക്ഷണം തേടുക, ഓടി രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ലോവർ ബോഡിയിൽ അങ്ങനെ എടുക്കുന്ന പരിപാടിയില്ല. പിന്നെ ഫാർമേഴ്സ് ക്യാരി, ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും മികച്ച വർക്കൗട്ടാണെന്ന് ഞാൻ പറയുന്നത് ഈ ഫാർമേഴ്സ് ക്യാരി ലോങ് വാക്കിംഗ് ആണ്. വെയിറ്റും തൂക്കി നടക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇന്നീ കാണുമ്പോൾ സാധനമൊന്നും ലോവർ ബോഡിയില്ല. ലോവർ ബോഡിയിൽ എൻഡുറൻസ് ആണ് ആവശ്യം, അപ്പർ ബോഡിയാണ് സ്ട്രെങ്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രപ്പീസിയസ് ഡെൽറ്റോയിഡ് ഭാഗങ്ങളിൽ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് കൂടുതൽ, അല്ലെങ്കിൽ ആ മസിൽസിന് കുറച്ച് കൂടുതൽ ശക്തനാവണം? ഇപ്പം നമ്മളൊരു ഐഡിയൽ ബോഡി ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ പറയും ഒരു ഹെൽത്തി ബോഡിയിൽ വൈഡ് ഷോൾഡർ നാരോ വേസ്റ്റ്, ഷോൾഡർ വൈഡായിട്ടിരുന്ന് വേസ്റ്റ് നാരോ ആയിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഈ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ്, ഈ വൈഡ് ഷോൾഡർ എന്നാ പറയുക, അവിടെ കുറച്ച് വൈഡ് ആവാനുള്ളൊരു വളർച്ച റിസപ്റ്റേഴ്സ് കൂടുതലാണ് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ അത് എവല്യൂഷൻ പരമായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷോൾഡേഴ്സ് ആണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഒരു കാര്യം തള്ളുമ്പോഴോ എന്തൊക്കെ ചെയ്യുമ്പോഴോ എപ്പോഴും ഷോൾഡർ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡറും അതുമായിട്ട് കണക്ട് ചെയ്ത് ട്രപ്പീസിയസ് മസിലും ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഈ ഷോൾഡറും ട്രപ്പീസിയസ് ഒക്കെ കുറച്ച് വളരാനുള്ള പ്രേരണ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാച്ചുറലായിട്ടൊരു ഒരാൾക്ക് ഷോൾഡറും ട്രപ്പീസിയസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അയാളുടെ എല്ലാ മസിലിനെ പോലെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഈ ഫേക്കായിട്ട് ചെയ്യുന്നവൻ, സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും എടുക്കുന്നവന് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഓൾറെഡി ട്രപ്പീസിയസിനും ഡെൽറ്റോയിഡിനൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കയറി അങ്ങ് പെട്ടെന്ന് ബാക്കിയുള്ള മസിലുകളെക്കാളും കൂടുതൽ അങ്ങ് കയറി ചീർക്കും. ഞാൻ ഈ സ്റ്റെറോയിഡ് കുത്തി വരുന്ന മസിൽ ചീർക്കുമെന്നേ ഞാൻ യൂസ് ചെയ്യുള്ളൂ, കാരണം നാച്ചുറലൊന്നും അല്ലല്ലോ, ഗ്രോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കയറി അങ്ങ് ചീർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ഒരാളെ നമ്മൾ കാണുമ്പോൾ അവൻ്റെ ഡെൽറ്റോയിഡും ട്രപ്പീസിയസും ഭയങ്കര വലിപ്പം, അതിങ്ങനെ എടുത്തിരിക്കുകയാണ്. അതായത് ബാക്കിയുള്ള മസിലുകളെക്കാളും ഡെൽറ്റോയിഡും ട്രപ്പീസിയസും പ്രത്യേകമായിട്ട് വളർന്നിരിക്കുകയാണെങ്കിൽ അത് ഫേക്കാണ്. ഒരിക്കലും നാച്ചുറലായിട്ടുള്ള ഒരുത്തന് ഡെൽറ്റോയിഡും ട്രപ്പീസിയസും മാത്രം ബാക്കിയുള്ള മസിലുകളെക്കാളും ഭയങ്കരമായിട്ട് ഗ്രോ ആവത്തില്ല. അപ്പോൾ ഇത് വലിയൊരു സൈനാണ്. ഇങ്ങനെ ആരെ കണ്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം അവൻ ഫേക്കാണ്, അത് മുക്കുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഈ ഫേക്കായിട്ടുള്ള സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും യൂസ് ചെയ്തുള്ള ബോഡിയുടെ സിഗ്നൽ എന്ന് പറയുന്നത് ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സിനെ കുറിച്ചാണ്. ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നല്ല കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നല്ല കുറയുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എത്ര മസിൽ മാസ് കാണും,
അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നല്ല കുറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മസിൽ മാസ് ഉണ്ട്, അതാണ് ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് നാച്ചുറലായിട്ടുള്ള ഒരാൾക്ക് കുറവായിരിക്കും. കാരണം നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞല്ലോ, 1 പൗണ്ട് മസിൽ നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി 5 മുതൽ 10 കലോറി വരെ ആവശ്യമുണ്ട്. അപ്പോൾ നിലനിർത്താൻ, ബിൽഡ് ചെയ്യാനല്ല, ഉള്ള മസിൽ പോവാതെ അങ്ങനെ തന്നെ നിലനിർത്താനാണ് 5 മുതൽ 10 കലോറി ആവശ്യം 1 പൗണ്ടിന്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് മസിൽ മാസ് വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കലോറി കൺസപ്ഷൻ ചെയ്തേ പറ്റൂ, കലോറി സർപ്ലസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കലോറി സർപ്ലസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ സ്വാഭാവികമായിട്ട് കലോറി കുറച്ച്. അപ്പോൾ എന്ത് പറ്റും? ഈ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന മസിൽ മാസ് നിലനിർത്താൻ ആവശ്യത്തിനുള്ള കലോറി കിട്ടത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഗ്ലൈക്കോജൻ സ്റ്റോറുകൾ പതിയെ ലോ ആവും. അപ്പോൾ ശരീരം ഈ ഫാറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ മസിലിനെ ഊർജ്ജമായിട്ട് എടുത്തു തുടങ്ങും. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഈ ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് നിങ്ങൾക്ക് കുറയും. അതായത് കൊഴുപ്പ് നാച്ചുറലായിട്ടുള്ള ഒരാൾ കൊഴുപ്പ് ലോ ആക്കാൻ ശ്രമിച്ചാൽ അയാളുടെ മസിലും കൂടെ ലോസായി പോകുമെന്നുള്ളത് രത്ന ചുരുക്കം. അതേസമയം ഇഞ്ചക്ഷൻ എടുത്ത ഈ സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റ് കൊടുക്കുന്ന ഫേക്ക് ബോഡി, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നോക്കുമ്പോൾ യവന്മാർക്ക് ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് വളരെ ഹൈ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 26-നൊക്കെ മുകളിൽ തന്നെ പോകും. കാരണം യവന്മാരുടെ അനബോളിക് എഫക്റ്റ്, യവന്മാർ മറ്റേ സ്റ്റെറോയിഡ് ഫേക്കായിട്ട് യൂസ് ചെയ്തുള്ള ഗ്രോത്ത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ യവന്മാരുടെ ശരീരത്തിൽ ഫാറ്റ് എത്ര കുറച്ചാലും ഈ ഫാറ്റ് ഫ്രീ മസിൽ മാസ് ഇൻഡെക്സ് വളരെ ഹൈ ആയിരിക്കും. 26-നൊക്കെ പുറത്ത് തന്നെ നിൽക്കും. കാരണം യവന്മാരുടെ ശരീരം നോക്കുമ്പോൾ കൊഴുപ്പ് കുറവ്, പക്ഷെ വെയിൻസ് ഒക്കെ നല്ല തെളിഞ്ഞിരിക്കും. അതായത് യവന്മാരിങ്ങനെ പിടിച്ച് കാണിക്കുമല്ലോ, ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കൈയുണ്ട്, എൻ്റെ ഇത്രയും കട്ടിയുണ്ട്, ഇത്രയും ഞാൻ ഒരുവിധം ഫാറ്റ് കുറച്ചാണ് ഇരിക്കുന്നത്, എന്നിട്ട് പോലും എൻ്റെ കയ്യിൽ കട്ടിയുണ്ട്. മറ്റവൻ്റെത് ഇങ്ങനെ കട്ടി കാണൂല പിടിക്കുമ്പോൾ, മറ്റേ സ്കിന്ന് മാത്രമായിരിക്കും. സ്കിന്ന് മാത്രമാണെങ്കിലോ ചീർത്ത് വലിയ മസിലോടുകൂടി ഇരിക്കും. ഇത് നാച്ചുറലി ഒരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനെ ഒരുത്തനെ കണ്ടോ ഓൺ ദ സ്പോട്ടിൽ അടിയിൽ മറ്റേ ബ്ലൂടിക്ക് മറ്റേ ട്രേഡ് മാർക്ക് മറ്റേ അണ്ടർലൈൻ വരച്ചോ, മൊത്തം ഫേക്കാണ്. നാച്ചുറലായിട്ട് ഒരു പോസിബിലിറ്റി ഇല്ല. ഞാൻ തന്നെ തലകുത്തി കിടന്ന് ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫാറ്റ് കുറച്ചിട്ട് നല്ല മസിലായിട്ടിരിക്കാൻ എന്നൊക്കെ ഞാൻ അത് ഇത്രയും വർഷം കൊണ്ട് പറയണേ. എന്നൊക്കെ ഞാൻ ശ്രമിച്ചോ, ഉള്ള മസിലും കൂടെ ലോസായത് മെച്ചം. അപ്പോൾ ഇതാണ് സൈന്. അപ്പോൾ ആരെങ്കിലും ഒരുത്തന്നെ നല്ല ഒരുപാട് ഞരമ്പൊക്കെ തെളിഞ്ഞ് ഫാറ്റ് കുറവ് വലിയ മസിലും ഉണ്ടോ, ഫേക്കാണ്. നാച്ചുറലായിട്ട് ഒരിക്കലും പോസിബിൾ അല്ല, അത് മുക്കുകൊണ്ടമാണ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ക്ലാസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള, ക്ലാസിക്കായിട്ട് പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഒന്നാമത്തെ കാര്യം മുഖക്കുരു. ശരീരത്തിൽ മൊത്തം ഈ കുരുക്കൾ വരുന്ന അവസ്ഥ നാച്ചുറലായിട്ടുള്ളവർക്ക് കാണത്തില്ല. 2 തലമുടി നാച്ചുറലായിട്ട് തന്നെ കാണും. 3 അവർക്ക് ഗൈനക്കോമസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അതേസമയം ഈ സ്റ്റെറോയിഡ് അടിക്കുന്നവന്മാർ അറിയാമല്ലോ, സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റ് അടിക്കുന്നവന്മാർ ഫേക്കാണ്. അപ്പോൾ ഇവന്മാർ ഓവറായിട്ട് എന്തു പറയാൻ ഈ ടെസ്റ്റോസ്റ്ററോണൊക്കെ കുത്തണോണ്ട് തന്നെ നമ്മുടെ നാച്ചുറലായിട്ടൊരു ലിമിറ്റ്, ഈ ടെസ്റ്റോസ്റ്ററോൺ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തും. അത് എത്ര പേർക്ക് അറിയാം? ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടുന്തോറും രോഗപ്രതിരോധ ശേഷിയെ അടിച്ചമർത്തും. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നേച്ചർ, നമ്മുടെ എവല്യൂഷൻ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര മാക്സിമം കൂടിപ്പോയാൽ ഇത്ര വരെ പോകാവൂ, അതിന് മുകളിൽ ടെസ്റ്റോസ്റ്ററോൺ പോകാൻ പാടില്ല എന്ന് ലിമിറ്റേഷൻ വെച്ചാൽ, ആ ലിമിറ്റേഷൻ വെക്കാൻ കാരണം ഈ മുടിയും കൊഴിഞ്ഞു പോകും. ഓവറായിട്ട് ഫേക്കായിട്ട് കൂട്ടിയാൽ. നാച്ചുറലായിട്ടുള്ള രീതിയിൽ മാക്സിമം ലിമിറ്റേഷൻ വരെ കൂടിയാൽ മുടി കൊഴിയത്തില്ല. ഇപ്പോൾ എനിക്ക് നല്ല ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആളാണ്, എൻ്റെ മുടി കൊഴിയുന്നില്ലല്ലോ. അതേസമയം ഞാനിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്കായിട്ട് നേടിയാല നാച്ചുറൽ ലിമിറ്റേഷൻ കഴിഞ്ഞ് പോവും, മുടി അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് കൊഴിയും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുടിയുടെ കൊഴിച്ചിൽ, 2 ഈ ശരീരം മൊത്തം ഈ കുരു. പിന്നെ ഉള്ളത് ഗൈനക്കോമസ്റ്റിയ. ഈ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ കുരുക്കളുള്ള ആളുകളെ കാണുമ്പോൾ അറിയണം അത് ഫേക്കാണ്. പിന്നെ ഉള്ളത് ഈ ഗൈനക്കോമസ്റ്റിയയുടെ എഫക്റ്റ്. പിന്നെ ഉള്ളത് ഈ ടെസ്റ്റിക്കിൾസ്, വൃഷ്ണങ്ങൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ, അതിൻ്റെ വൃഷ്ണ ശോഷണം എന്നൊക്കെ പറയാം, ശോഷിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിക് ഉദാഹരണങ്ങൾ. ഇതിപ്പോൾ ആരെടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഇത് ക്ലാസിക് ഉദാഹരണങ്ങളാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ആർക്കൊക്കെയാണ് കഷണ്ടി ഉള്ളതെന്നൊക്കെ. നമ്മുടെ കഷണ്ടി എന്തുകൊണ്ടാണ് വരുന്നത്? ഈ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നുണ്ടല്ല, നേച്ചർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ലിമിറ്റേഷനേക്കാളും കൂടുതൽ ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്കായിട്ട് കൂട്ടുമ്പോഴാണ് മുടി കൊഴിച്ചിൽ വരുന്നത്. അതറിയണം. നേച്ചറിൻ്റെ മാക്സിമം ലിമിറ്റേഷനിൽ എത്തിയാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോൾ അത് ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തുന്നത്, അത് ശരിയാണ്. അത് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ആയാലും ടോസ്റ്റെറോൺ ശരീരത്തിൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിയെ അത് അടിച്ചമർത്തും. അപ്പോൾ ഇവിടെയാണ് ഒരു പരിണാമപരമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്.
അതായത് നാച്ചുറലായിട്ട് നല്ല ടെസ്റ്റോസ്റ്ററോണും നാച്ചുറൽ ബോഡിയുള്ള ഒരാൾ തീർച്ചയായിട്ടും വളരെ ഹെൽത്തിയാണ്. കാരണം ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ടും അയാളുടെ ഇമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് ആ ടെസ്റ്റോസ്റ്ററോൺ കൂടി നിൽക്കുന്ന അവസ്ഥ അടിച്ചമർത്തിയിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ട് നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അയാളുടെ ഇമ്മ്യൂണിറ്റി ഒരിക്കലും ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടി ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തിയിട്ട് പോലും അത് അയാളുടെ ശരീരത്തിന് അത്രയും ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായിട്ട് പോലും അത് മാനേജ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതേസമയം വേറൊരാൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറൊരാൾ അപ്പോൾ അയാൾ ഈ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോണും ഇല്ല നല്ല ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. അയാൾ അങ്ങനെ പറ്റുന്നില്ല. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതായത് അയാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് നല്ല ഒരു ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത് വേണം. അതായത് ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തപ്പെടും, അതാരായാലും. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഇത്രയും ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ടും പക്ഷേ എൻ്റെ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തപ്പെട്ടിട്ടില്ല. കാരണം എൻ്റെ ശരീരത്തിന് അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്, ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അയാൾ ഈ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂടി മസിൽ ബിൽഡ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. കാരണം അയാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റിക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോൾ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തും, രോഗപ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകും. അപ്പോൾ അയാൾക്ക് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ടെസ്റ്റോസ്റ്ററോൺ വെറുതെ കൂട്ടാനൊന്നും പറ്റില്ല, അത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കിയോ, നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണ്ട അത് കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പോൾ നിങ്ങളൊരു സാധാരണ ലൈഫ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് 600 ആയിരിക്കും, ചില ആളുകൾക്ക് 700, ചില ആളുകൾക്ക് 800, ചില ആളുകൾക്ക് 900. അത് അവരുടെ ആ ഒരു ഓരോരുത്തരുടെ ആ ശരീരത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്ത, അതായത് ഈ ഒരാൾ നാച്ചുറലായിട്ട് ഒരാൾക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ശരീരം നാച്ചുറലായിട്ട് തന്നെ ഈ കുറച്ച് ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റിക്ക് അത് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അയാൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 400 ആയിരിക്കും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുന്ന 600 ആയിരിക്കും കൂടിയത്. അത് വേറൊരാൾക്ക്, അതായത് 2 വ്യക്തികൾ എയും ബിയും, എ എന്നുള്ള വ്യക്തിയുടെ ശരീരത്തിലും ബി എന്നുള്ള വ്യക്തിയുടെ ശരീരത്തിലും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് 400 ടെസ്റ്റോസ്റ്ററോൺ 2 പേർക്കും. ഇവർ 2 പേരും വർക്കൗട്ട് ചെയ്തപ്പോൾ എയുടെ ടെസ്റ്റോസ്റ്ററോൺ 800 ആയി, ബിയുടെ ടെസ്റ്റോസ്റ്ററോൺ 600 ആയി. 2 പേരും ഒരേ വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിക്ക് എന്തുകൊണ്ടാണ് 600 ഒരു ലിമിറ്റേഷൻ വെച്ചത്, എക്ക് പക്ഷേ 800 വരെ പോവുകയും ചെയ്ത്. കാരണം എന്താണ്? ബി കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ അയാളുടെ ശരീരത്തിൽ ലിമിറ്റേഷൻ വിട്ട് കൂടിക്കഴിഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്തപ്പെടും. അതുകൊണ്ടാണ് ആ ഒരു ലിമിറ്റേഷൻ ഇൻഡിവിജ്വൽ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നത്. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ നിന്നാലും അവരുടെ ഇമ്മ്യൂണിറ്റി അത് അടിച്ചമർത്തപ്പെടാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നേച്ചർ അവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്നത്. ചില ആളുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചേ കൂട്ടുള്ളൂ. അപ്പോൾ വർക്കൗട്ട് നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എത്രത്തോളം കൂട്ടുന്നു ഉള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. ചില ആളുകൾക്ക് 800 വരെ കൂടും, ചില ആളുകൾക്ക് 600 വരെ കൂടുള്ളൂ. അതായത് ടെസ്റ്റോസ്റ്റെറോൺ ഇപ്പോൾ ഒരാൾക്ക് 600 വരെ കൂടിയെങ്കിൽ അയാൾക്ക് 650 പോയാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി അത് ബാധിക്കും. അതുകൊണ്ട് ശരീരം തന്നെ അയാൾ വർക്കൗട്ട് എത്ര ചെയ്താലും 600 വരെ കൂടാൻ സമ്മതിക്കുള്ളൂ. അത് കഴിഞ്ഞ് എത്ര ശ്രമിച്ചാലും കൂട്ടൂല. കാരണം കൂട്ടിയാൽ ഇയാളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. മറ്റൊരാൾക്ക് 800 വരെ കൂടി. കാരണം എന്താണ്? അയാൾക്ക് 800 വരെ കൂടിയാലും ആ കൂടിയ ടെസ്റ്റോസ്റ്റെറോൺ അയാളുടെ ഇമ്മ്യൂണിറ്റി അടിച്ചമർത്താത്ത വിധത്തിൽ അയാളുടെ ശരീരത്തിന് അത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ ആളുകൾ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ലിമിറ്റേഷൻ വരാനുള്ള ഒരു കാരണം, വേറെ കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, അതായത് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുള്ള ഒരു നാച്ചുറൽ ബോഡി, അവിടെ വേണമെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. ക്രിയാറ്റിൻ എടുക്കത്തില്ലേ? ഫുഡ് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. എടുക്കാത്ത എന്താണ്? ക്രിയാറ്റിൻ ആവശ്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ടോ? എൻ്റെ ശരീരത്തിന് വേണ്ട ക്രിയാറ്റിൻ എൻ്റെ ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ള അറിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. കാരണം അത് അൺനാച്ചുറലാണ്. ഓവർഡോസ് ക്രിയാറ്റിൻ കൊടുത്ത് അതിൻ്റെ ഫേക്ക് പെർഫോമൻസും വെള്ളം കയറി ചീർത്തിരിക്കുന്നതിന് ഞാൻ എടുക്കത്തില്ല. കാരണം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് സത്യസന്ധതയുടെ ഒരു സൂചനയല്ല. അല്ലാതെ നിങ്ങൾ മീൻ ഗുളികയോ വേ പ്രോട്ടീൻ എനിക്ക് പറയാൻ പറ്റും, എന്നാലും ഇരിക്കട്ടെ, വേ പ്രോട്ടീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് അങ്ങേ അറ്റം പോയിട്ട് പറയുന്ന ആളാണ്. ചെറിയ കോംപ്രമൈസ് പോലും ഒരു വിഷയത്തിൽ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സപ്ലിമെൻ്റ് ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്
ഈ സത്യസന്ധതയുടെ സൂചന. എന്താണ് വ്യത്യാസം? അതായത് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച ഒരാൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്തെങ്കിൽ സത്യസന്ധതയുടെ സൂചനയാണ് അയാൾ ഹെൽത്തിയാണ്, ഈ മനുഷ്യൻ ഹെൽത്തിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, അയാൾ അടുത്ത മെച്ചപ്പെട്ട തലമുറ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുള്ള ആളാണ്. അതേസമയം ഈ ഫേക്കായിട്ടുള്ള സപ്ലിമെൻ്റ് സ്റ്റെറോയിഡും അടിച്ച ബോഡിയുള്ള ഒരാൾ, അയാൾ നോക്കുമ്പോൾ എന്താണ്, ഇയാൾക്ക് സത്യസന്ധതയുടെ സൂചനയില്ല. കാരണം ഇയാൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാച്ചുറൽ ബോഡി ഉള്ള ഒരാൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു തെളിവുമില്ല. കാരണം അയാളുടെ ബോഡി ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അത് കെമിക്കലുകൾ കൊണ്ട് ഫേക്കായിട്ട് ഉണ്ടാക്കിയ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ സത്യസന്ധതയുടെ സൂചന അവിടെ ഇയാൾ ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഇയാൾ പൂർണ്ണമായിട്ട് എവല്യൂഷണറി ബയോളജി പ്രകാരം ആരോഗ്യവാനാണോ, അടുത്ത മെച്ചപ്പെട്ട തലമുറ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടാൻ കഴിവുള്ള ഒരാളാണോ, ഒന്നും ഒരു തെളിവുമില്ല. പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ളത് നോക്കുമ്പോൾ ഗ്യാരണ്ടിയാണ്. കാരണം വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുള്ള ബോഡി സത്യസന്ധതയുടെ സൂചനയാണ്. ഇയാൾ ഹെൽത്തിയാണ്, ഇയാൾക്ക് അടുത്ത മെച്ചപ്പെട്ട തലമുറ ഉണ്ടാക്കാനുള്ള സാധ്യത, ഇയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മെച്ചപ്പെട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഇവനെ നോക്കുമ്പോഴോ ഒരു തെളിവുമില്ല, എല്ലാം കെമിക്കൽ ഫാക്ടറിയാണ്. അപ്പോൾ അവനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ട് വിശ്വസിക്കും? ഇവൻ നാച്ചുറലായിട്ട് നല്ല ഹെൽത്തിയും ഫിറ്റും ആണോ എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും സ്റ്റെറോയിഡ് അടിച്ചവൻ? കാരണം ഇവൻ എല്ലാം കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ സത്യസന്ധതയുടെ സൂചന അവിടെ ഇല്ല. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ മുക്കുമണ്ടവും സ്വർണവും, അല്ലെങ്കിൽ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച നാച്ചുറൽ ബോഡിയും സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും അടിച്ചുള്ള ബോഡിയും തമ്മിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇത് തിരിച്ചറിയാനുള്ള മെത്തേഡുകളും അടയാളങ്ങളും, അതുപോലെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. നിങ്ങളുടെ കൈവശമുള്ള സ്ക്രാപ്പ് പണമാക്കി മാറ്റാൻ സ്ക്രാപ്പ് സെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക.